നമസ്കാരം. നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായതിന് നമ്മൾ നന്ദി പറയേണ്ടത് നെഹ്റുവിനോടാണെന്നാണ്. അദ്ദേഹത്തെ തന്നെ വിമർശിക്കുവാൻ മറ്റുള്ളവരെ അനുവദിച്ചിരുന്നു എന്നൊക്കെയാണ് നെഹ്റു അനുഭാവികളായ കോൺഗ്രസ്സുകാർ പറഞ്ഞു നടക്കുന്നത്. ഇതൊക്കെ ഭാഗിക സത്യം മാത്രമാണ്. തൻ്റെ പൊസിഷന് ഭീഷണിയാകുന്ന ഒരാളെയും ഒരു വിമർശനവും നെഹ്റു അനുവദിച്ചിരുന്നില്ല. അല്ലാത്തടത്തൊക്കെ അദ്ദേഹം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ മിശിഹയാണ്. നെഹ്റു മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് എത്രമാത്രം വില കൊടുത്തിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ പട്ടേൽ അടക്കമുള്ള സഹമന്ത്രിമാരോട് അദ്ദേഹം കാണിച്ചിരുന്ന സമീപനം നോക്കിയാൽ മതിയാകും. ഭാരതം കണ്ട ഏറ്റവും വലിയ രാജ്യസ്നേഹികളുള്ള ഒരാളാണ് സുഭാഷ് ചന്ദ്രബോസ്. ബോസിനെ കോൺഗ്രസിൽ നിന്നും പുകച്ചു പുറത്തു ചാടിച്ചത് നെഹ്റുവിന് വേണ്ടിയായിരുന്നു എന്ന് പറയേണ്ടി വരും. ഈ നെഹ്റു എടുത്ത പല തീരുമാനങ്ങളും അദ്ദേഹം ക്യാബിനറ്റിലോ മറ്റു മന്ത്രിമാരോടോ ചർച്ച ചെയ്തിരുന്നില്ല. യൂണിലാറ്ററൽ ഡിസിഷൻസ് ആയിരുന്നു പലതും. ഇങ്ങനെ ക്യാബിനറ്റിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ നെഹ്റു എടുത്ത കാശ്മീർ അടക്കമുള്ള പല തീരുമാനങ്ങളിലും സഹികെട്ടാണ് പട്ടേൽ 2 പ്രാവശ്യം നെഹ്റു ക്യാബിനറ്റിൽ നിന്ന് റിസൈൻ ചെയ്തത്. അവസാനം മഹാത്മാഗാന്ധിയുടെ അഭ്യർത്ഥനയെ മാനിച്ചാണ് അദ്ദേഹം ക്യാബിനറ്റിൽ തുടർന്നത് തന്നെ. പട്ടേൽ മാത്രമല്ല, ഡോക്ടർ അംബേദ്കറും ശ്യാം പ്രസാദ് മുഖർജിയും ആചാര്യ കൃപലാനിയും ഒക്കെ നെഹ്റു മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുവാൻ കാരണം നെഹ്റുവിൻ്റെ ഈ ഏകാധിപത്യ പ്രവണതകളായിരുന്നു. എന്നിട്ട് ആ മനുഷ്യനെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രോക്താവായിട്ട് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇനി ജനാധിപത്യത്തിൻ്റെ കാര്യം നമുക്ക് പരിശോധിക്കാം. ജനാധിപത്യത്തിൻ്റെ പ്രോക്താവായിട്ടും ഫൗണ്ടറായിട്ടും ഒക്കെ ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷമല്ല ഭാരതത്തിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നു തുടങ്ങിയത്. 1937 മുതൽ ഭാരതത്തിൽ പ്രൊവിൻഷ്യൽ ഇലക്ഷൻസ്, പ്രവിശ്യാ തലത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. 37 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പ്രോവിൻസിലും കോൺഗ്രസ് അധികാരത്തിൽ വരികയും മന്ത്രിസഭകൾ ഉണ്ടാക്കുകയും ചെയ്തത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഭാരതത്തിൽ നടന്ന അവസാന തെരഞ്ഞെടുപ്പ് 1946 അതായത് 37 മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നിന്നുമാണ് ഭാരതത്തിൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനം ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, 37 പ്രവിശ്യ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നതോടെ ഈ കോൺഗ്രസിലും ഭരണത്തിലും അഴിമതിക്കും തുടക്കമായി. കോൺഗ്രസിനെ പിരിച്ചുവിടുവാൻ ഗാന്ധിജി തീരുമാനിക്കുവാനുള്ള ഒരു പ്രധാന കാരണം പോലും ഈ അഴിമതിയായിരുന്നു. 47 സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നിലവിലുണ്ടായിരുന്ന ജനാധിപത്യ വ്യവസ്ഥകളെ ഭരണഘടനാപരമായിട്ട് മെച്ചപ്പെടുത്തിയെടുക്കുകയാണ് ഉണ്ടായത്. ആ നിലയ്ക്ക് ഭാരതത്തിലെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നെഹ്റുവിനല്ല. സ്വതന്ത്ര ഭാരതത്തിലെ ജനാധിപത്യ പ്രക്രിയയുടെ പിതാക്കന്മാർ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്ത ഡോക്ടർ BR അംബേദ്കറും ആദ്യ പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. നെഹ്റു ആദ്യ പ്രധാനമന്ത്രിയാകുന്നത് തന്നെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ കൂടിയാണ്, അധാർമികമായ രീതിയിൽ കൂടിയാണ്. പിന്നെ എങ്ങനെയാണ് ആ മനുഷ്യൻ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പിതാവാകുന്നത്? നെഹ്റുവിനൊരു മിനിമം ഡെമോക്രാറ്റിക് വാല്യൂ എങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൽ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹം ശ്രമിക്കുമായിരുന്നു. ഒന്നുമല്ലെങ്കിൽ ഒരു 2 പാർട്ടി ഡെമോക്രാറ്റിക് സിസ്റ്റമെങ്കിലും ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹം ശ്രമിക്കുമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ പ്രതിപക്ഷത്തിനെ ദുർബലപ്പെടുത്തുവാനും ഡീഫെയിം ചെയ്യുവാനുമുള്ള സകല ട്രിക്കുകളും നെഹ്റു കളിച്ചു. ആ മനുഷ്യനെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പിതാവെന്ന് വിളിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സ്വതന്ത്ര ഭാരതത്തിലെ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ പിതാവ് നെഹ്റുവാണ്. രാഷ്ട്രീയത്തിൽ കുടുംബാധിപത്യം കൊണ്ടുവന്ന ഈ മനുഷ്യനെയാണോ ജനാധിപത്യത്തിൻ്റെ പിതാവായിട്ട് അംഗീകരിക്കേണ്ടത്? എൻ്റെ ചോദ്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം അഴിമതിയും ഉദ്യോഗസ്ഥ മേധാവിത്വവും ഒന്നുമല്ല, രാഷ്ട്രീയത്തിലെ ഈ കുടുംബാധിപത്യമാണ്. കാരണം എല്ലാ അഴിമതിയുടെയും തുടക്കം അവിടെ നിന്നാണ്. നമ്മുടെ രാജ്യത്തെ ഒരു യഥാർത്ഥ ജനാധിപത്യമായി വളർത്തിയെടുക്കുവാൻ നെഹ്റു ശ്രമിച്ചില്ല. യാഥാർത്ഥ്യമാണ്. ജനാധിപത്യത്തിൻ്റെ മറവിൽ കുടുംബാധിപത്യം പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു നെഹ്റു ചെയ്തത്. തൻ്റെ മക്കളും കൊച്ചുമക്കളും അവരുടെ കെട്ടിയവന്മാരും കെട്ടിയവളുമാരും ചേർന്ന് രാജ്യത്തെ പരമ്പരാഗത കുടുംബ ഭരണത്തിലേക്ക് കൊണ്ടുപോയത് നെഹ്റുവാണ്. ഇത് യാഥാർത്ഥ്യമല്ലേ? ഇതല്ലേ നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടിയിൽ. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.